ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ഓരോരോ കാരണങ്ങളായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു റീസ്റ്റാർട്ട് എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. സ്കൂൾ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യണ ഒരു വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വരണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇവർക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമിൻ്റെ ബെൽറ്റ്, അതുപോലെ തന്നെ സോക്സ് അതൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ ബാക്കി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എറണാകുളത്താണുള്ളത്. ബ്രോഡ്വേയിൽ ചെന്നിട്ട് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരുപാട് റീറ്റെയിൽസ് ആൻഡ് ഹോൾസെയിൽ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ പോയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ടോയ്സ്, അതുപോലെ തന്നെ സ്കൂൾ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. സ്കൂൾ ഐറ്റംസ് ഈ പറയുന്ന പോലെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടിയിരുന്നത് ബാഗാണ് കേട്ടോ. അപ്പോൾ ബാഗ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗാണ് നോക്കുന്നുള്ളൂ. മോൻ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോന് കാർട്ടൂൺ ക്യാരക്ടേഴ്സുള്ള ബാഗ്സാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബാഗ്സ് അവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞത് സ്പൈഡർമാൻ്റെ പിക്ചർ വരുന്ന ബാഗ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വെച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലൈറ്റർ ഷെയ്ഡുള്ളൊരു ബാഗായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഷിഞ്ഞു പോകും, പിന്നെ നമ്മൾ വാഷ് ചെയ്താലും അത്ര ഒരു നീറ്റായിട്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് വരുന്നൊരു ബാഗ് വേണമെന്നുണ്ടായിരുന്നു. അതും മോൻ്റെ ഇഷ്ടമുള്ള സ്പൈഡർമാൻ്റെ പിക്ചർ വരുന്നതും അങ്ങനെ നോക്കിയിട്ടൊരു ബാഗ് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് വേണം, അതുപോലെ പെൻസിൽ ബോക്സ്, ഇതൊക്കെയാണ് പിന്നെ നോക്കുന്നത്. അതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, 2 ആളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നോക്കി വാങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ്, ഇത് ഒരു സ്നാക്സ് ബോക്സ് പോലെയുള്ള കേട്ടോ ഇപ്പോൾ കണ്ടത്. ഈ കാണുന്നത് പെൻസിൽ പൗച്ചുകളാണ് കേട്ടോ. അപ്പോൾ ഇവർക്കിങ്ങനെ പൗച്ച് പോലത്തെയൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. എന്തെല്ലാം സാധനങ്ങളല്ലേ, വെറൈറ്റി ഓഫ് ഐറ്റംസ്. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള ഐറ്റംസ് പോലെയല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസാണ്. ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കാണാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ ലഞ്ച് ബോക്സ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഉള്ളിൽ വരുന്നത്, അതുപോലെ അടപ്പാണേലും ഒരു സ്റ്റീലിൽ വരുന്ന ടൈപ്പാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് ഫുള്ള് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ കാണുന്ന ലഞ്ച് ബോക്സ് അത്യാവശ്യം നല്ലതായിരുന്നു, നോൾട്ടയുടെ ആയിരുന്നു. അപ്പം ലഞ്ച് ബോക്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷൂസ്, സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് വേണം. അപ്പോൾ ഇവർക്ക് ബ്ലാക്കും വൈറ്റും വേണം. നോർമൽ സ്കൂൾ ഷൂസ് ഉണ്ടല്ലോ, അതും പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ ഷൂ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി ഐറ്റംസ് വാങ്ങണം. ബാക്കി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള പെൻസിൽ, പെൻ, അതുപോലുള്ള ഐറ്റംസാണ് കേട്ടോ നോക്കുന്നത്. അതുപോലെ നമ്മളെല്ലാം ഒറ്റ ഷോപ്പിൽ നിന്നല്ല വാങ്ങിയത്, പല ഷോപ്പിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പെൻസിലും പെന്നും ഒക്കെ നോക്കലാണ്. ക്രയോൺസ്, നോട്ട്ബുക്സ് അതൊക്കെ ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് കളർ പാലറ്റാണ് കേട്ടോ, വാട്ടർ കളറിൻ്റെ. ഇപ്പോൾ ചെറുതാണ്, 35 റുപ്പീസിൻ്റെ കേട്ടോ കണ്ടത്. പിന്നെ ഒരുപാട് പെൻ ഹോൾഡേഴ്സ് അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം തന്നെ പർച്ചേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വഴി വന്നപ്പോൾ ഇങ്ങനെ വഴി സൈഡിൽ കുറേ ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് മുമ്പ് കണ്ടെടുത്തുനിന്ന് ഒരു ഐറ്റം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും, റെയിൻ കോട്ടാണ്. വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതൊന്നും അല്ല, ഒരു 100 റുപ്പീസിൻ്റെ ഒക്കെയാണ്. എന്നാൽ നമുക്ക് ഒരുപാട് ആളുകൾ ബൈക്കിലൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 വീലറിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കാണാം. പല കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു 4 hours എടുത്തു കേട്ടോ എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി സെലക്ട് ചെയ്തു. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടം അവർ പറയും, അത് നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്ത് അങ്ങനെയാണല്ലോ എടുക്കണേ. അപ്പോൾ അങ്ങനെ ടൈം പോയി. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം ലഞ്ച് ബോക്സ് കാണാം കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം ഇങ്ങനെ സ്റ്റീൽ വരണ ഫുൾ സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ വരുന്ന ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ 2 ലഞ്ച് ബോക്സും ഒരുപോലത്തെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് സൈസ് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരെണ്ണം ഇത്തിരി വലുതും ഒരെണ്ണം ഇത്തിരി ചെറുതുമാണ്. അപ്പോൾ അങ്ങനെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സെപ്പറേറ്റ് ഒരു ടിന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 2 ലഞ്ച് ബോക്സ് വരുന്നത്. ഇനി വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വാട്ടർ ബോട്ടിൽ നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ കേട്ടോ വാങ്ങൽ. അപ്പോൾ ഇത് പുറത്തിങ്ങനെ കളർ വരുന്നുണ്ട്, ഉൾവശം സ്റ്റീലാണ്. നല്ല വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരേ ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ കളറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം കുറച്ച് ലൈറ്റ് കളറും ഒരെണ്ണത്തിൽ ഡാർക്കായിട്ടുള്ളതാണ്. നേരിൽ കാണുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. അപ്പം നല്ല വാട്ടർ ബോട്ടിലാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സ്നാക്സിൻ്റെ ടിന്ന് ഇത്രയും വലുപ്പമുള്ളതൊന്നും എനിക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ട് ഇവർക്ക് സ്നാക്സിൻ്റെ ടിന്ന്. പിന്നെ ഇത് വളരെ ചെറിയ ടൈപ്പ് ടിന്നാട്ടോ നോക്കിയത്. പക്ഷെ അതിന് ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ടിന്നിനും വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ആ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇപ്പം കുറച്ചുകൂടെ വലിയതായിപ്പോയി. ഇത്ര വലുപ്പം ഞാൻ കുറച്ചുകൂടി ചെറുതാണ് ഉദ്ദേശിച്ചത്. പിന്നെ എന്തായാലും അത് വാങ്ങി. പിന്നെ ഒരു ബാഗ് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചത്. സ്പൈഡർമാൻ്റെ പിക്ചറുള്ള ഈ ഒരു ബാഗ് കുഴപ്പമില്ല, ഒരു ഓക്കെ ബാഗ്. പിന്നെ ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അങ്ങനെയുള്ളൊരു ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സ്കൂൾ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് പോകുമ്പം കുറച്ചുകൂടെ വെയിറ്റ് കൂടുമല്ലോ. അപ്പം 6th മൂത്തയാൾ പഠിക്കുന്നത്. അപ്പം ഒരുപാട് വെയിറ്റ് ആവും ബാഗിന്. അപ്പം ബാക്കി ലഞ്ചൊക്കെ ഇങ്ങനെ ബാഗിൽ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ചെറിയ മോനും ലഞ്ച് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നോക്കിയിട്ട് പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതാട്ടോ കിട്ടിയത്. വലിയ കളക്ഷൻസ് ഒന്നും അതിൽ കണ്ടില്ല. അപ്പോൾ മോൻ പിടിക്കുമ്പോൾ അത് നിലത്ത് മുട്ടാത്ത രീതിയിലുള്ളതും വേണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാട്ടോ ഇത് വാങ്ങിച്ചത്. എന്തായാലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ബോക്സ് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഇത് കുറേ നാളായിട്ട് ഈ ഒരു മോഡൽ ബോക്സ് കാണുന്ന കേട്ടോ. അപ്പോൾ തോറിൻ്റെ പിക്ചറുള്ളത്. അപ്പോൾ ഇത് തന്നെ ഈ ടൈപ്പ് തന്നെ മോന് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സൈഡിൽ കട്ടറൊക്കെ വരുന്നത് ടൈപ്പ്. കുഴപ്പമില്ലാത്തൊരു ബോക്സാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വാങ്ങിയതാണ്. പിന്നെ ഇത് വേറൊരു ബോക്സ്. ഇത് സ്പൈഡർമാനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. നല്ല ബോക്സാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ബോക്സ്. നല്ല ബോക്സാണ്. അപ്പോൾ അതിനിങ്ങനെ താഴെ മുകളിലോട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്കെയിലും പെൻസിലും ഒക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ബോക്സാട്ടോ. നല്ല ബോക്സാണ്. ഇനി നെക്സ്റ്റ് പെൻസിലാണ്. അപ്പോൾ ഞാൻ പെൻസിൽ വാങ്ങുമ്പോൾ എപ്പോഴും ഒരുപാട് നോക്കൂട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡോംസിൻ്റെ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത്തിരി ഡാർക്കായിട്ടിരിക്കുന്ന പെൻസിൽ വെച്ച് എഴുതുമ്പോൾ കാണാനും ഭംഗി, നല്ല നീറ്റായിട്ടിരിക്കണത്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഡോംസിൻ്റെ എനിക്ക് തോന്നുന്നു കുറേ പെൻസിൽസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 കട്ടർ. ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഈ ക്രയോൺസിൻ്റെ ഒക്കെ കൂടെ ഒരുപാട് കട്ടറുകളൊക്കെ കിട്ടുമല്ലോ. കട്ടറുകളൊന്നും ഒരുപാട് വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പിങ്ക് കളർ വാങ്ങിച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തപ്പോൾ തന്നെ ഒന്ന് നോക്കിയിട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത്. നല്ല ഡാർക്ക്നെസ് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ലോട്ടോ ഇത്രയും ഡാർക്കായിട്ട് വരുന്ന നല്ല പെൻസിലാണ് കേട്ടോ. സുപ്രീം HD പെൻസിൽസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റിംഗ് പെൻസിൽ തന്നെയാണ്. പിന്നെ പെന്ന്. അപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോന് വേണ്ടിയിട്ട് പെൻ വാങ്ങിച്ചിട്ടുള്ളത്. അവർക്ക് ബ്ലാക്ക് കളർ ജെൽ പെൻ വേണം കേട്ടോ. ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജെൽ പെന്നാണ് വേണ്ടത്. അപ്പോൾ അതൊരു 5-6 എണ്ണം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന്, എല്ലാ ജെൽ പെന്നും എഴുതാനായിട്ട് നല്ല രസമാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയതാണ്. നല്ല പെന്നാണ് കേട്ടോ. ഇനിതാ കട്ടർ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. പിന്നെ വരുന്നത് ഇതുപോലെ ഇറേസേഴ്സാണ്. ഈ ഒരു ഷേപ്പിൽ വരുന്ന ഡോംസിൻ്റെ ഇറേസേഴ്സാണ് കേട്ടോ. അതൊരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഇതുപോലെ ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ബോട്ടിൽ ഇവർക്ക് സ്കൂളിൽ ബാഗ്ലെസ് ഡേ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് മാത്രമായിട്ടൊരു ഡേ ഉണ്ട്. അന്ന് ക്ലാസ് വേറെ പഠിപ്പിക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തന്നെ ഫെവി സ്റ്റിക്കും അതും 2 എണ്ണം 2 പേർക്കും അങ്ങനെയുള്ള ആക്ടിവിറ്റി ഡേയിൽ കൊണ്ടുപോകാനായിട്ടുള്ളതാട്ടോ അത്. പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. അതിപ്പം ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടേക്കണം കേട്ടോ.
ഇനി ഇതാ ബ്രൗൺ ഷീറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബുക്സും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ബുക്സ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷീറ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയതിരുന്നൊക്കെ യൂസ് ചെയ്ത് തീർത്തു. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെന്ന് അത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചേക്കണെയാണ്. പിന്നെ ഇനി വരുന്ന ഈ ഒരു സംഭവം യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. വാട്ടർ ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 3 ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരെണ്ണം ഇതുപോലെ ഒരു സ്പഞ്ച് ഉള്ളതും ബാക്കി ഇങ്ങനെ അതിൻ്റെ ആ ഒരു പിടിക്കുന്ന സംഭവം കറങ്ങുന്ന. അപ്പോൾ നമുക്കിങ്ങനെ നന്നായി ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ബ്രഷും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. ഇതിനെന്തോ 65 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് വരുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഇനി വരുന്ന ഐറ്റംസ് 2 എക്സ്ട്രാ ഐറ്റംസ്. സ്കൂൾ പർച്ചേസൊക്കെ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഐറ്റംസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ പറഞ്ഞല്ലോ, റോഡ് സൈഡിൽ ഇങ്ങനെ ഐറ്റംസ് വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു എന്ന്, അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതിങ്ങനെ ബോഡിയിൽ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമുക്ക് പെയിനുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇത് നന്നായി പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇത് ആക്കുമ്പോഴേക്കും. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണോ, ഇത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മൾ ആ ഒരു റെയിൻകോട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു റെയിൻകോട്ടാട്ടോ. അപ്പോൾ അത് ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു റെയിൻകോട്ടാണ്. 100 റുപ്പീസ്. വലിയ ഞാൻ പറഞ്ഞല്ലോ, വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത്രയ്ക്കാണ് സ്കൂൾ പർച്ചേസും അതുപോലെ 2-3 ഐറ്റംസും കാണിച്ചുല്ലോ. അപ്പോൾ ഇത്രയ്ക്കാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.